ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് പാലക് പനീർ. കുറച്ച് ഹെൽത്തും കൂടെ ഉണ്ട്. കുറച്ച് സവാള വേണം. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, ഇച്ചിരി ഗരം മസാല, കുറച്ച് ബട്ടർ, കുറച്ച് ടൊമാറ്റോ പ്യൂരി. ഇല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ അരച്ചെടുത്താൽ മതിയേ. കുറച്ച് തൈര്, അണ്ടിപ്പരിപ്പ് വേണം. ഇതെന്നാന്നറിയാവോ? ഇതാണ് നമ്മുടെ പാലക്ക്. പാലക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ എന്നാ പറയുക, പാലക്ക് തണ്ടെല്ലാം കളഞ്ഞേച്ച് ഇല മാത്രം എടുക്കുക. ഇല മാത്രം എടുത്ത് നല്ലോണം കഴുകിയേച്ച് വെള്ളത്തിനകത്ത് ഇച്ചിരി ഉപ്പിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് പാലക്കും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് ഒന്നെങ്കിൽ പറ്റിച്ചെടുക്കുക, ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രെയിൻ ഔട്ട് ചെയ്യുകയോ ചെയ്തേച്ചാൽ മതി. നല്ല തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ അടിച്ചെടുത്ത പ്യൂരയാന്നു, അതായത് സ്പിനാച്ചിൻ്റെ പ്യൂരയാന്നു ഇത്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. പിന്നെ നമുക്ക് എന്തോരം പനീർ നമുക്ക് വേണമെന്നുണ്ടോ അത്രയും പനീർ ഇടാം. പിന്നെ ഇതിനെല്ലാം സ്വാദ് കൂട്ടാൻ ഈ ഭരണിയിലിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഇട്ടാലേ ഒക്കത്തുള്ളൂ. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ ആദ്യം കത്തട്ടെ. എന്താ വെച്ചാൽ പാൻ ഇച്ചിരി ചൂടാവാനുണ്ട്. പാൻ ചൂടാവുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. മിക്സിയിൽ അരയ്ക്കേണ്ട സാധനങ്ങൾ ആദ്യം ചെയ്യാം. ഫസ്റ്റ് കുറച്ച് സവാള ഇടണം. അത് കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതൊരു 3/4 ടേബിൾ സ്പൂണോളോ മതിയാവും. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അരച്ചതാ, അല്ലാന്നുണ്ടെങ്കിൽ തനിയെ തനിയെ ഇട്ടേച്ചാൽ മതി. പച്ചമുളകാന്നു ഇതിൻ്റെ എരിവ്. അപ്പം നമുക്ക് നമ്മുടെ എരിവ് കണക്കാക്കി എടുക്കുക. ഇതൊരു കുഞ്ഞു പച്ചമുളക് ഒരു 6 എണ്ണം ഇട്ടിട്ടുണ്ട്. അത് നല്ല എരിവുള്ള കൂട്ടത്തിലാന്നേ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് ഞാൻ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 ക്യൂബ് ബട്ടർ ഇട്ടേച്ച്, ഇത് സാധാരണ എണ്ണയിലാണ് ചെയ്യണ്ടേ. ഇത് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ ഇട്ടെന്നേ ഉള്ളൂ. ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പനീർ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കണ്ട, ചെറിയ മൂപ്പ്. കുറച്ച് നമുക്ക് അരയ്ക്കാൻ പോകാനുള്ളതല്ലേ, അന്നേരം അതൊരു ചെറിയ ഫ്ലെയിമേൽ ഇട്ടേച്ചാൽ മതി. ഒരുപാട് വലിയ ഫ്ലെയിമേൽ ഇടല്ലേ. ഒരു വശം നല്ലൊരു ബ്രൗൺ ആണ്, അതായത് നമ്മുടെ ആ പനീറിനകത്ത് വെള്ളമുണ്ട്, ആ വെള്ളമെല്ലാം പറ്റിയേച്ച് ഒരു ബ്രൗൺ അത്രയും മതി. ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം മതി. ഇതിവിടെ നിന്ന് മൊരിയട്ടെ. അപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സാധനം ഒന്ന് നല്ലതായിട്ടൊന്ന് അരച്ചേച്ച് വരാൻ. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അല്ല, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി അരയണേ. ഇത്രയും മതിയാവും. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ആദ്യം പനീർ, ഇനി നമ്മൾ പനീറിൻ്റെ അടുത്തോട്ട് വന്നില്ലേ, അന്നേരം പിന്നെ ഇച്ചിരി ഫ്ലെയിം ഒന്ന് കൂട്ടിയാലും കുഴപ്പമില്ല. അതിനെ ഒന്ന് മൊരിച്ചെടുക്കണം. കണ്ടോ, ഇതിനകത്ത് നിന്ന് തന്നെ പനീറിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങും. ഇത് മേടിക്കുന്ന പനീർ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അതല്ല, നമ്മുടെ വീട്ടിലൊക്കെ പനീർ ഉണ്ടാക്കുവാന്നേലുണ്ടല്ലോ ഇതുപോലെ വെള്ളം വരികയില്ല. പിന്നെ ഞാൻ പനീർ സോഫ്റ്റായിട്ട് കഴിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പനീർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് വെള്ളത്തിനകത്തോട്ട്, തിളയ്ക്കുന്ന ഉപ്പ് വെള്ളത്തിനകത്തോട്ട് പനീർ ഇട്ടേച്ച് ഒന്ന് തിള കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് മാറ്റിക്കോ. അന്നേരം പനീർ നല്ല സോഫ്റ്റ് ആവും. അഥവാ കട്ടി പനീറാണ് മേടിക്കുന്നതെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നത് വെളിയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ആ ഹാർഡ്നെസ് മാറണമെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. പക്ഷെ പനീർ നല്ലതായിട്ട് കട്ടിയായതിന് ശേഷം ഇതേപോലെ ക്യൂബ്സ് ആക്കി മുറിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. ഒരു നേരിയ ബ്രൗൺ മതിയാവേ. ചിലർക്ക് ഒരുപാട് മൊരിയുന്ന ഇഷ്ടമാണ്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഞാനിതിങ്ങനെ പറയുന്നതുകൊണ്ട് ഇന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല.
നമ്മുടെ ടേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതേപോലെ മുരിച്ചാൽ മതി. മുരിച്ചത് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മുരിച്ച് കഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു സൈഡ് 4 സൈഡും ബ്രൗൺ ആക്കി എടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഒരു സൈഡ് ബ്രൗൺ ആയാലും മതി. അപ്പോഴത്തേക്ക് എന്നാണെന്നറിയാമോ, അതിനകത്ത് വാട്ടർ കണ്ടന്റ് എന്താ പോയേച്ച് നമ്മുടെ പനീർ കുറച്ചൊരു സോഫ്റ്റും ആയിരിക്കും, കുറച്ചൊരു ഹാർഡും ആയിരിക്കും. നമുക്കത് ആ കറിയിലിടുന്നതിൽ ഏറ്റവും നല്ലത്. പിന്നെ ഈ 4 സൈഡഡ് നല്ലതായിട്ട് മൊരിയണം എന്ന് തോന്നുവാണെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല പാകം എന്ന് പറയുന്നത് ഇതാ, ഒരു സൈഡ് ഒന്ന് ശകലം മൊരിഞ്ഞ് കിട്ടിയേച്ചാൽ മതി. ഈ വറുത്ത പനീർ ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 ക്യൂബ് നമ്മൾ ബട്ടറും കൂടി ഇതിനകത്തോട്ട് ഇടണം. കാര്യം ആദ്യം ഇട്ട ബട്ടർ മുഴുവനും നമ്മൾ അങ്ങ് അലുത്ത് പോയായിരുന്നേ. അതായത് അലുത്ത് പോയതല്ല, നമ്മൾ ഈ പറഞ്ഞ കൂടെ നമ്മുടെ പനീർ മൊരിക്കുമ്പോഴത്തേന് അത്രയും അങ്ങ് പോവും, നമുക്ക് വേണ്ടി അത്രയും കിട്ടുകയില്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരച്ച് വെച്ച പേസ്റ്റ് നമ്മുടെ ബട്ടറിനകത്തോട്ട് ഇട്ടേച്ച് നല്ല രീതിയിലൊന്ന് മൂപ്പിക്കണം. മിക്സിയിലുള്ള സകല ആ പേസ്റ്റും ഉണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ അങ്ങ് എടുത്തേക്കണേ. പിന്നെ ആണെങ്കിൽ വെള്ളം ഒഴിക്കാൻ നോക്കിയല്ല മിക്സിക്കകത്തോട്ട്. ഇനി ഇത് നല്ലതായിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് കംപ്ലീറ്റ് പോകണം. കംപ്ലീറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്ട് ചമ്മന്തി അരച്ച കൂട്ടിരിക്കുവേ, ചമ്മന്തിയുടെ ഒക്കെ ഒരു മണം വരും. വെള്ളച്ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു മണമില്ലേ, അതുപോലെ വരും. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഇതൊന്ന് ഇച്ചിരി നല്ല ബ്രൗൺ ആയിട്ട്, അതാ എന്നാ പറയുക, നമ്മുടെ പാനയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുകയല്ലേ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, അന്ന് പറഞ്ഞ പോലെ തന്നെ അത് വരും. അതുവരെ നമ്മളിതിനെ മൂപ്പിച്ചേ ഒക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഉള്ളിയുടെ പച്ചച്ചുവയെല്ലാം മാറിയിട്ടുണ്ട്. അതിങ്ങനെ എന്നാ പറയുക, അലുവ ഇങ്ങനെ ആക്കുന്ന പോലെ ആയി വരുന്നുണ്ട്. പക്ഷേ ഞാൻ പകുതിക്ക് വെച്ച് അത് ഏകദേശം മൂക്കാറായി. പക്ഷെ പകുതിക്ക് വെച്ച് നിർത്തിയെന്നാന്നറിയോ, ഇനി നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇറക്കും, അതിനകത്തും വെള്ളമുണ്ട്. അന്നേരം അതും കൂടെ ചേർത്ത് ഒരുമിച്ച് അതങ്ങ് വറ്റണ്ട. ഇതിൻ്റെ വെള്ളം മുഴുവൻ പറ്റിയേച്ച് അതാ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണേ. അതാന്നു അതിൻ്റെയും പരുവം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് തൈരും കൂടെ ചേർക്കാം. അപ്പം ആ തൈരിൻ്റെ വെള്ളവും കൂടെ വറ്റും. ടൊമാറ്റോ പ്യൂരേ ചേർത്തേക്കുക, അതിന് പുളിയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ തൈരിന് പുളിയുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാലൻസ് ചെയ്തോണം. ടൊമാറ്റോ പ്യൂരയും തൈരും എല്ലാം കൂടെ ഒരുപാട് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിനൊരു പുളി മുന്നോട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. എരിവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം അതനുസരിച്ച് എരിവ് കൂട്ടിക്കോണം. പക്ഷെ പാലക് പനീറിന് ഒരുപാട് എരിവ് വരികയില്ല, അതാന്നു അതിൻ്റെ കണക്ക്. പക്ഷെ നമ്മൾ ഈ ചേർത്തേക്കുന്ന ടൊമാറ്റോയുടെയും എല്ലാത്തിൻ്റെയും ആ റോ ടേസ്റ്റ് മാറുകയും വേണം. നമ്മൾ ചേർത്ത ബട്ടറൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ വെള്ളം മുഴുവൻ പറ്റിയേച്ച് അതാ എന്നാ പറയുക, ബട്ടർ മുഴുവൻ വെള്ളി വരുന്നതായിട്ടാണ്. എന്നാൽ അതിൻ്റെ കൂടെ ആ പച്ചച്ചുവ മാറിയേച്ച് ഈ പറഞ്ഞ പോലെ എന്നാ പറയുക, ആ ഒരു മുരിവും വരണം, വേവും വേണം, എല്ലാം വേണം. ഇനി ഇതിനകത്തോട്ട് നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പാലക്കാണ്. അളവ് പാലക്കിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ ഒരു പിടി, അതാന്നു കണക്ക്. പിന്നെ ഈ പച്ചച്ചീര എടുത്തു വെച്ചേച്ച് നമ്മൾ പാലക് പനീർ ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കല്ലേ. ഉള്ളി മൂക്കാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. ഇനി അത് ശേഷം നമുക്ക് എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്തോണം. ഈ പാലക്കും കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം സൈഡിൽ കൂടെ നല്ല നെയ്യ് വരണം. നെയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചേർത്ത ബട്ടറാണ്. ഇതിനകത്തോട്ട് ഒരു ശകലം ക്രീം ചേർക്കുക,
കുറച്ചിപ്പോൾ ചേർക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം കുറച്ചുകൂടെ ആ കറിക്ക് ഒരു റിച്ച്നെസ് കിട്ടാനായിട്ട് കുറച്ച് ക്രീമും കൂടെ ചേർക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ ഈ ഗ്രേവി എന്ന് പറയുന്നത് കുറച്ച് തിക്കാണ്. തിക്കാകുമ്പോഴത്തേക്ക് നമ്മുടെ പനീറിലെ പിടിക്കാനൊന്നും കാണുകയില്ല. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അതായത് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തോണ്ടുണ്ടല്ലോ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകും. അന്നേരം നമ്മൾ പനീറിൽ ഒന്ന് സാധാരണഗതിയിൽ പനീറിന് ഈ ഉപ്പും പുളി അങ്ങനെയൊന്നും അധികം പിടിക്കുകയില്ല. പക്ഷേ എന്നാലും നമ്മുടെ ഈ പനീറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിനകത്തോട്ട് പനീറിനകത്ത് നമ്മൾ ഈ പാലക്കിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് വരണം. അത് മസ്റ്റാണേ. കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം ഇടാം. അതേപോലെ ഞാൻ നേരത്തെ ഉള്ളി മൂപ്പിക്കാൻ നേരമാന്നു ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഉപ്പിട്ടെ. പക്ഷെ അത് പോരാ, നമുക്ക് ഗ്രേവിക്കും കൂടെ കുറച്ച് ഉപ്പ് വേണേ. ഇതിനൊരു പ്രത്യേകത എന്നാണെന്നറിയാവോ, ഇതങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങിയാൽ വലിയ പ്രയാസമാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള മുഴുവൻ അങ്ങ് വൃത്തികേടാക്കും. അതുകൊണ്ട് എന്നാ ചെയ്യാം, തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ തിളച്ച് തുടങ്ങി എന്നാലും നമുക്ക് അതിന് മുന്നേ തന്നെ ഒരു ഇച്ചിരി ആ പനീർ ആ വറുത്ത് വെച്ച് പനീറിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പിന്നെ ആ കറിക്കകത്ത് കിടന്നേച്ച് തിളയ്ക്കുവോ എന്നാ വെച്ചാൽ അവർ തമ്മിലായിക്കോട്ടെ. വേണമെങ്കിൽ കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ടാൽ നല്ലതാണ്. നല്ലൊരു മണം വരും. ചിലർ ഇതിനകത്ത് ജീരകം ഇടും, എല്ലാം ചെയ്യും. ഈ കസൂരി മേത്തിയും മല്ലിയിലയും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലേവറിങ് ഏജൻ്റ് ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു നുള്ളി ഇട്ടു. ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ടും പക്ഷേ പിന്നെയും കറി അങ്ങ് നല്ല കുറുകുവാണേ. അതുകൊണ്ട് പക്ഷേ നമ്മൾ പനീറിനകത്തോട്ട് അത് പിടിക്കാനും വേണ്ടി വരികയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോവാ, ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് ചേർക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ പാലക് പനീർ എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷേ എന്നാന്നറിയാവോ, ഈ ഇടയിലായിട്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് എല്ലാം നല്ല എന്നാ പറയുക എളുപ്പ വഴിയുള്ള നല്ല നല്ല ഐറ്റംസാണ് ചെയ്യുന്നത്. നമ്മൾ ഹോട്ടലിൽ പോയി കഴിച്ചാൽ എന്നാ അല്ലേ, നമുക്ക് ഒരു പ്ലേറ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ തികയില്ല. ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നിറച്ച് കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ വയറ് നിറച്ച് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നിറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ. എന്നാലേ നമുക്ക് നിറച്ച് ക്വാണ്ടിറ്റിയും എന്താ പറയുക തൃപ്തിയോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ. എന്നൊന്നും ഉണ്ടാക്കാൻ ഞാൻ പറയുകയില്ല, പക്ഷേ കഴിയുന്നതും നമ്മുടെ വീട്ടിലുണ്ടാക്കി ഹെൽത്തി ആയിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പാലക് പനീർ ഇവിടെ റെഡിയാന്നു. ഈ പാലക് പനീറിന് ഒരുപാട് എന്നാ പറയുക കൺഫ്യൂഷൻ സ്റ്റേജസ് ഉണ്ട്. കാര്യം ഓരോരുത്തർ ഓരോ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചിലർക്ക് മഞ്ഞൾപ്പൊടി ഇടുന്ന ഇഷ്ടമാണ്, ചിലർക്ക് മുളക് പൊടി ഇടുന്ന ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ് അതിന് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ കളർ ഡിഫറൻസ് വരും.